ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചവരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഈ കാണുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ പറയുന്ന പോയിന്റ് വളരെയധികം മീൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ വീഡിയോ അവസാനം വരെ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇന്ന് മുതിർന്നവർ മുതൽ ശിശുക്കൾ വരെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ദൈവം തന്ന ജീവൻ നിങ്ങളായിട്ട് തന്നെ അവസാനിപ്പിച്ച് ഈ ലോകത്തിൽ നിന്നും നിങ്ങൾ മാറ്റപ്പെടുകയാണ്. നിങ്ങൾ ആലോചിക്കുക, എത്രയോ കാലങ്ങൾ ജീവിക്കാനുള്ള നിങ്ങൾ ഒരു ചെറിയ പ്രശ്നങ്ങൾ. ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു, ഒരു ടീച്ചർ ഒരു സ്റ്റുഡന്റിനെ അടിച്ചത് കൊണ്ട് ആ സ്റ്റുഡന്റ് കയറി ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ആലോചിക്കുക, അവിടെ ഒരു നിസ്സാരമായ ഒരു വിഷയത്തിന് വേണ്ടി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു ജീവനാണ്. അതുപോലെ തന്നെ എന്റെ വീഡിയോ കാണുന്ന പലരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കടം കയറി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരായിരിക്കും. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഈ കടമൊക്കെ നമുക്ക് ജോലിക്ക് പോയി തീർക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്ഥലമുണ്ടെങ്കിൽ സ്ഥലം വിറ്റ് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ജീവൻ, അതാണ് ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ കാര്യം. ആ ജീവനെ നിങ്ങൾ വെറും നിസ്സാരമായ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആത്മഹത്യ ചെയ്യാതിരിക്കുക. നമുക്ക് കിട്ടിയ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് കേൾക്കാറുള്ള ഈ കാര്യമാണ്, ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചിലർക്ക് ചില സമയം തോന്നും. നിങ്ങൾ അപ്പോൾ ആലോചിക്കുക, നിങ്ങൾ അപ്പോൾ മരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ നിലയിലെത്തുമോ? ഇല്ല, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതെയാവും. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയാലും നിങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന കാര്യമാണല്ലോ ആത്മഹത്യ. സോ നിങ്ങൾ മരിക്കുന്നു, നിങ്ങളുടേതായ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിങ്ങളുടേതായ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ അവർക്ക് എന്തുമാത്രം വേദനകളും സങ്കടങ്ങളുമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാവോ? മെന്റൽ ഡിപ്രഷനിൽ വരെ പോവാൻ ചാൻസ് ഉണ്ട്. സോ ഗൈസ്, എന്റെ ടോപ്പിക് ഇന്ന് ഇതല്ലായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് വേറൊരു ടോപ്പിക് ആയിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. സോ ഗൈസ്, ദൈവം തന്ന ജീവൻ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മൾ നമ്മുടേതായ ജീവൻ ഈ ലോകത്ത് കൂടിപ്പോയാൽ 70 അല്ലെങ്കിൽ ഏറെ ആയാൽ 80 വയസ്സ് വരെ മാത്രമേ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ. സോ ആ ജീവിതം അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ നല്ല രീതിക്ക് ബാക്കിയുള്ളവർക്ക് നല്ല സഹായങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക, അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.